എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇങ്ങനത്തെയൊക്കെ ബോട്ടിൽസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാനിന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ബോട്ടിൽ എടുത്തുവെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഷേപ്പ് കാണാനൊക്കെ കുറച്ചൊരു ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ബോട്ടിലായാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണും, എന്നിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, കത്തിയൊന്നും ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിക്കറും കൂടി മാറ്റിക്കളയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പുതിയ ബോട്ടിലാണ് എടുക്കാറുള്ളത്. പഴയതിലേക്ക് പുതിയതിലത്തെ ആ ഒരു ലിക്വിഡ് എടുത്ത് മാറ്റിയിട്ട് പുതിയ ബോട്ടിലാണ് ക്രാഫ്റ്റിന് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. ഉപയോഗിച്ച ശേഷം ആകുമ്പോൾ നമുക്ക് എടുക്കാൻ മടിയല്ലേ. അപ്പോൾ പുതിയ ബോട്ടിലത്തെ കണ്ടൻറ്റ് എടുത്തിട്ട് പഴയതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ പുതിയ ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിതേ ഇതുപോലെ വേറൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അധികം കനമില്ലാത്ത ഏത് ബോട്ടിലായാലും എടുക്കാം കേട്ടോ. അപ്പോൾ മരുന്നിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു സ്ക്വയർ ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്നൊരു റൗണ്ടുകൾ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ അറ്റത്ത് നിന്ന് നടുവിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് പോവാണ്ട് നോക്കുക. നമ്മളന്ന് പേസ്റ്റിൻ്റെ ആ ട്യൂബ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ. ഇതിപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റായ കാരണം നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ കാണില്ലേ, ഇതുപോലെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ചൊന്നിങ്ങനെ ഒരു ഫ്ലവർ പോലെ ഒന്ന് നിൽക്കും. അപ്പോൾ ഞാൻ ഇതേപോലത്തെ കുറച്ച് റൗണ്ടുകളും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളാണ്. വെറുതെ ഇങ്ങനെ വെട്ടി കൊടുക്കല്ലേ വേണ്ടൂ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു സൈഡിലും ഒന്ന് ചൂടാക്കുക, പിന്നെ നടുവിലും ഒന്ന് ചൂടാക്കുക. കണ്ടില്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ വളഞ്ഞ് കിട്ടും നമുക്ക്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് മറ്റേ ഷീറ്റ് അധികം കാണുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു ലീഫിൻ്റെ ഷേപ്പും പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ ഒരു ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. ഇപ്പോൾ ദേ നമ്മൾ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തതിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു മെറൂൺ കളറാണ് കൊടുത്തത്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു കോട്ടും കൂടെ കൊടുക്കേണ്ടി വരും, എന്നാലേ നല്ലൊരു കളർ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഞാനൊരു ലെമൺ യെല്ലോ കളറും കൊടുക്കുന്നുണ്ട്, പിന്നെ ഓറഞ്ചും കേട്ടോ. അപ്പോൾ എത്ര പൂക്കളൊക്കെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തെടുക്കട്ടെ. ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു സാധാരണ ചാക്ക് വള്ളിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലോറൽ ടേപ്പ് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ഇതിന് പശയുള്ളതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. അല്ലെങ്കിൽ വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ, ഗ്രീൻ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ കുറച്ചെണ്ണം ആക്കിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിക്കട്ടെ. എത്ര ഫ്ലവറൊക്കെ ഒട്ടിക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ഒട്ടിക്കുക കേട്ടോ. അതുപോലെ നമുക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലീഫുകളും ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ബ്രൈറ്റ്നെസ് കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് പെയിൻ്റ് ആക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തുകൊണ്ട് കുറച്ചധികം പെയിൻറ്റ് ചെയ്യേണ്ടി വരും, നല്ല നന്നായിട്ട് ഇങ്ങനെ പെയിൻറ്റ് വരുള്ളൂ അതിൽ. ഇനി ആ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിൽ ഇതുപോലത്തെ പകുതി മുത്തുകളില്ലേ, അങ്ങനത്തെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പകുതിയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്താലും മതി. എന്തെങ്കിലും ഒന്ന് സെൻറ്ററിൽ ഉള്ളതാണല്ലോ ഒരു ഭംഗി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഞാനിങ്ങനെ ഒരു പുല്ല് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ, പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണമെങ്കിൽ ഗ്രാസ് പോലെയൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു പുല്ലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ആ ഒരു ടോപ്പിൽ ഞാൻ വെറുതെ ഒരു ഗ്രീൻ കളർ ഒന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഭംഗിയില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ലേസ് പോലെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ആവാം. ഇപ്പോൾ ഞാൻ വേഗം തീരാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ചെയ്യണം. എന്തായാലും ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമുക്കിതുപോലെ ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇന്നും പറയുന്ന പോലെ ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ എനിക്കൊരു രണ്ടാമത്തെ ചാനലുണ്ട്, പ്രാർത്ഥനാസ് വേൾഡ് എന്നാണ് പേര്. സമയം കിട്ടുമ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് പേര്. ആ ഒരു പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്. താങ്ക് യു.